ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സ്വർഗീയ സന്ദേശത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ഈ വചനങ്ങൾ ശ്രദ്ധിപ്പാൻ, കേൾപ്പാൻ, അനുഗ്രഹിക്കപ്പെടാൻ ആമേൻ ഈ മെസ്സേജിൽ കൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. വിശുദ്ധ ബൈബിളിൽ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആമേൻ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ആമേൻ. ദൈവമക്കളെ ദൈവത്തിന് ഉയർത്തേണ്ടതിന് ഒരു സമയം ദൈവം വച്ചിട്ടുണ്ട്. ആ സമയം ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ സ്തോത്രം, പ്രാർത്ഥനയോടും താഴ്മയോടും നമ്മൾ കാത്തിരിക്കണം. പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് പറയുന്നത്, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. സ്തോത്രം. നമ്മുടെ സമയമല്ല, നമ്മുടെ ആമേൻ ആഗ്രഹത്തിന് ഒത്തവണ്ണമല്ല, നമ്മുടെ സമയത്തിന് ഒത്തവണ്ണമല്ല ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല ഉയർച്ച നിങ്ങളിൽ കടന്നു വരുന്നത്. സ്തോത്രം. ദൈവത്തിന് ആമേൻ നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിങ്ങളെ എപ്പോൾ ഉയർത്തണമെന്ന് ആമേൻ ദൈവം ഒരു സമയം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ ആമേൻ പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അഥവാ ആ ഉയർച്ച കടന്നു വരികയുള്ളൂ. അതുവരെ ആമേൻ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ. സ്തോത്രം. ദൈവം ബലവാനാണെന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നു. ആമേൻ. നമ്മുടെ ആമേൻ ബുദ്ധിയെക്കാളും സ്തോത്രം, നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ആ ദൈവത്തിൻ്റെ പ്രവൃത്തി സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് നിങ്ങൾ ക്ഷമയോടെ ആമേൻ കാത്തിരിക്കണം. ഒരു കർഷകൻ താൻ ആമേൻ പാടത്തിറങ്ങി പാടം ഒരുക്കി ആമേൻ വിത്ത് വിതച്ച് മുൻമഴയ്ക്കും പിന്മഴയ്ക്കും വേണ്ടി സ്തോത്രം ക്ഷമയോടെ, ദീർഘക്ഷമയോടെ ഒരു കർഷകൻ കാത്തിരിക്കുന്നത് പോലെ ആമേൻ അവൻ അപ്രകാരം കാത്തിരിക്കുന്നത് കൊണ്ടാണ് 100 മേനി ആമേൻ ആ കർഷകന്റെ ജീവിതത്തിൽ താൻ കൊയ്തെടുക്കാൻ ഇടയായിത്തീരുന്നത് എന്നതുപോലെ ആമേൻ വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ ആമേൻ നിങ്ങൾ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ ക്ഷമയോടെ താഴ്മയോടെ നിങ്ങൾ കാത്തിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ നിശ്ചയ സമയത്ത്, ദൈവം നിശ്ചയിച്ച സമയത്ത് ദൈവത്തിൻ്റെ ഉയർച്ച നിങ്ങളിലേക്ക് കടന്നു വരികയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഏകദേശം 24 വർഷങ്ങൾക്ക് മുൻപ് അഥവാ 2002 ആമേൻ ഞാൻ കേരളത്തിലായിരിക്കുമ്പോൾ അന്ന് ഞാൻ ശുശ്രൂഷയിൽ ഇറങ്ങിയ സമയമാണ്. പ്രൈസലോ. ഹൈന്ദവ കുടുംബത്തിൽ നിന്നാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ആമേൻ. ആ രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിനെ ആമേൻ ജലത്തിൽ സാക്ഷിച്ചു. ആമേൻ. സ്തോത്രം. ദൈവിക ശുശ്രൂഷയിലേക്ക് കടന്ന് വന്ന ആ സമയത്തിൽ, ആ പീരീഡിൽ ആമേൻ ഞാൻ നെടുമങ്ങാട്ട് നിന്ന് ആമേൻ സ്തോത്രം കിഴക്കേക്കോട്ടയിൽ നിന്ന് വെങ്ങാനൂർ പോകുന്ന ആ റൂട്ടിൽ വണ്ടിത്തടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ പ്രിയരെ, അന്ന് ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ ആമേൻ എനിക്ക് 1 സൈഡിലുള്ള ബസ് ഫയർ മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ആമേൻ. സ്തോത്രം. അന്ന് വളരെ പരിതാപകരമായി ജീവിതം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയും കൂടിയായിരുന്നു. അന്ന് ഞാൻ അവിടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട്, ദൈവത്തിന് സ്തോത്രം, ആമേൻ, ഞാൻ അവിടെ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുമ്പോൾ പ്രൈസലോ തിരികെ എനിക്ക് ആ നെടുമങ്ങാട്ടേക്ക് എത്തപ്പെടേണ്ടതിന് എൻ്റെ കയ്യിൽ ആമേൻ ബസ് ഫയറിന് കാശില്ലായിരുന്നു. സ്തോത്രം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാർ ലിഫ്റ്റ് ചോദിച്ച് പോകുന്ന ഒരു ആമേൻ കാലഘട്ടമാണ്. പക്ഷേ അന്ന് ആമേൻ എനിക്കതിനോടൊരു യോജിപ്പില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ വണ്ടിത്തടത്ത് നിന്ന് നെടുമങ്ങാട് വരെ നടന്ന് യാത്ര ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് പോകാൻ തക്കവണ്ണം ഇടയായി. നിങ്ങൾക്കറിയാമോ, ആ വണ്ടിത്തടം എന്ന് പറയുന്ന ആ കിഴക്കേക്കോട്ടയിൽ നിന്നും അഥവാ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് നെടുമങ്ങാട് വരെയുള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് 19 കിലോമീറ്റർ ഉണ്ട്. 19-20 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. ആ രാവിലെയുള്ള പ്രയർ കഴിഞ്ഞ് സ്തോത്രം ഉച്ച സമയത്ത് നല്ല ആമേൻ ചൂടുള്ള സമയമായിരുന്നു. ഞാൻ അവിടെ നിന്ന് ആമേൻ നടന്ന്, ദൈവത്തിന് സ്തോത്രം,
ആമീൻ നെടുമങ്ങാട് വരെ നടന്ന് യാത്ര ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് പോകാൻ തക്കവ. അന്ന് സ്വന്തമായിട്ട് വാഹനമില്ല, ബസ്സിലാണ് ഞാൻ കടന്നു പോവുകയും വരികയും ചെയ്യുന്നത്. അന്നൊക്കെ ഞാൻ വളരെയധികം ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ആമീൻ സ്തോത്രം. ഒരു വാഹനത്തിന് വേണ്ടി ആമീൻ അന്നേ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ, ഞാൻ പറയട്ടെ, ആമീൻ അത്രത്തോളം പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും സാമ്പത്തികമായി ആകെ തകർന്ന നിലയിൽ കൂടി ഞാൻ യാത്ര ചെയ്ത കാലയളവിലും സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരുന്ന് പ്രാർത്ഥിച്ചത് മുഖാന്തിരമായി ഇന്ന് എനിക്ക് ആമീൻ 3 വാഹനം ആമീൻ സ്തോത്രം ഡ്രൈവ് ചെയ്യുവാനായി 3 വാഹനം കർത്താവ് എനിക്ക് തന്നു. എന്താണെന്ന് അറിയാമോ? ഞാനിത് പറഞ്ഞതിൻ്റെ സാരാംശം ഒരിക്കലും ഉയർച്ച പറയുകയാണെന്ന് നിങ്ങൾ ആമീൻ ചിന്തിക്കരുത്. സ്തോത്രം. നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ, നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിൽ ആമീൻ സ്തോത്രം നമ്മൾ ഒരിക്കലും ദൈവത്തെ തള്ളിക്കളയാതെ ആമീൻ ഹല്ലേലൂയ അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ നമ്മൾ താണിരിക്കുന്നു എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം നമ്മെ അനുഗ്രഹിക്കുകയുള്ളൂ. നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ട്. ഇന്ന് വേദനയോടെ ആമീൻ സ്തോത്ര സങ്കടത്തോടെ ഈ മെസ്സേജ് കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ ഈ സാക്ഷ്യം നിങ്ങൾക്ക് പ്രയോജനകരമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ താണിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാൻ ഒരു സമയമുണ്ട്. ആമേൻ ആ സമയത്തിനകത്ത് ആമേൻ നിങ്ങളെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രശ്നങ്ങൾ ഒരുപാട് കടന്നു വരും. ആമേൻ നിങ്ങളെ വേദനിപ്പിക്കുന്ന ആമേൻ ഒത്തിരി ആമേൻ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. അവിടെയെല്ലാം പ്രാർത്ഥനയോടെ ക്ഷമയോടെ നിങ്ങൾ ആമേൻ ഇരിക്കുന്നു എങ്കിൽ മാത്രമേ, ദൈവസന്നിധിയിൽ നിൽക്കുന്നു എങ്കിൽ മാത്രമേ ആമേൻ ദൈവത്തിന് നിങ്ങളെ ദൈവത്തിന്റെ സമയത്ത് ആമേൻ നിങ്ങളെ ഉയർത്തുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. അത് ദൈവം ആഗ്രഹിക്കുകയും ആരെയും ദൈവം തള്ളിക്കളയുന്നു, ആരെയും ദൈവം ഉപേക്ഷിക്കുകയില്ല. ആമേൻ സ്തോത്രം. ചിലരിൽ ഇന്നും അനുഗ്രഹിക്കപ്പെടാൻ കഴിയാതെ ആയിരിക്കുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? ആമേൻ സ്തോത്രം. ആമേൻ അവരുടെ മനുഷ്യരുടെ ആഗ്രഹമനുസരിച്ച് ദൈവം പ്രവർത്തിക്കണമെന്ന് പലരും ആഗ്രഹിക്കുന്നത് കൊണ്ട് ഒരിക്കലും ദൈവ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. പ്രിയരെ, ഇന്ന് ഈ സമയം ആമേൻ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം നിങ്ങൾ തീരുമാനിക്കണം താഴ്മയോടെ പ്രാർത്ഥിക്കാൻ. നിങ്ങൾ താഴ്മയോടെ ദൈവസന്നിധിയിൽ ജാഗരിക്കണം. അവന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ അവൻ താണിരിക്കണം. ഹല്ലേലൂയ. അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. ആമേൻ മറ്റൊരു ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ആമേൻ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ആമേൻ ഒരു ദൈവ പൈതൽ താഴ്മയോടെ ദൈവസന്നിധിയിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തുകയുള്ളൂ. ഹല്ലേലൂയ. മനുഷ്യനിൽ കൂടി വരുന്ന ഉയർച്ചകളും അനുഗ്രഹങ്ങളും താൽക്കാലികമാണ്. നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അവൻ വൈകി വരുന്ന അനുഗ്രഹങ്ങളെല്ലാം ശ്രേഷ്ഠമാണ്. അല്ലേ? വൈകി വരുന്ന അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരുന്നത് ശ്രേഷ്ഠമാണ്. അതിനകത്ത് ഒരു കുറവും ഉണ്ടാവുകയില്ല. സ്തോത്രം. ഇന്ന് പ്രിയരെ, നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ആ ദൈവത്തിന്റെ സമയം ആമേൻ ദൈവം അത് ക്ലിയറായിട്ട് ഒരു കുറവോ ഒരു പാകപ്പഴയോ ദൈവം അതിനകത്ത് വരുത്താതെ വണ്ണം ആമേൻ ഹല്ലേലൂയ ദൈവം ആ ഭാഗം വളരെ ഭംഗിയായി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ ഇടയാകും. ദൈവവചനത്തിൽ സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നൽകിയാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും, അത് ഏറ്റവും ഭംഗിയുള്ളതായിരിക്കും. ഹല്ലേലൂയ. നമ്മളായിട്ട് ഒന്നും ചെയ്യാൻ തുടങ്ങരുത്. നമ്മൾ ഒന്നിനും എടുത്ത് ചാടരുത്. ക്ഷമയോടെ കാത്തിരിക്കണം. ഒരുപക്ഷെ അയൽവക്കക്കാർ ആമേൻ നിങ്ങളെക്കാളും ഉയർന്നു പോയെന്നൊരു ചിന്ത നിങ്ങൾക്ക് വരാം. ഹല്ലേലൂയ. ആമേൻ നിങ്ങളുടെ സഭയിൽ ഒരുമിച്ച് പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടി ആരാധിക്കുന്നവർ നിങ്ങളെക്കാളും ഒരുപടി മുന്നിലാക്കി ആയിരിക്കാം അവർ കടന്നു പോകുന്നത്. സാരമില്ല. ആമേൻ അവരുടെ ഉയർച്ചകളിലും അവരുടെ അനുഗ്രഹങ്ങളിലും നിങ്ങൾ സന്തോഷിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ താണിരുന്ന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരുന്ന് ദൈവപൈതലെ നിങ്ങൾ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ സമയം വേഗത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയാകും. ദൈവം എല്ലാം അതതിൻ്റെ സമയത്ത് ഭംഗിയായി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം അത് ചെയ്തെടുക്കും. നിങ്ങളുടെ ദേശത്തിൽ കർത്താവ് ചെയ്തെടുക്കും. നിങ്ങളുടെ സഭയിൽ കർത്താവ് അത് ചെയ്യും. അതുകൊണ്ട് അവൻ്റെ കൈക്കീഴിൽ നിങ്ങൾ താണിരുന്ന് പ്രാർത്ഥിക്കണം. യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ സ്തോത്രം. 4-ാം അധ്യായം 10-ാമത്തെ വാക്യം യാക്കോബ് 4:10 പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. താണിരുന്ന് പ്രാർത്ഥിപ്പാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ താഴ്മയോടെ ക്ഷമയോടെ ക്ഷമയോടെ ആമേൻ
ഒരിക്കലും വെപ്രാളം കൂട്ടരുത്, ഒരിക്കലും ഒന്നിനും എടുത്തു ചാടരുത്. നിങ്ങൾ താഴ്മയിലും വിനയത്തിലും ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആമേൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി ആമേൻ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും. തക്ക സമയത്ത് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായ ഉയർച്ചകൾ നൽകി ആമേൻ ദൈവം നിങ്ങളെ മാനിപ്പാൻ തക്കവണ്ണം ഇടയാകും. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. താഴ്മയോടെ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്ന് പ്രാർത്ഥിപ്പാൻ ഈ മെസ്സേജ് കേട്ട, ഈ ദൈവശബ്ദം കേട്ട ഓരോ ദൈവമക്കളെയും, ഓരോ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മഹത്വം എല്ലാം അങ്ങെടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ആയതുകൊണ്ട് ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.